കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി വോട്ടർ പട്ടികയിലെ ക്രമക്കേടൊക്കെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ എല്ലായിടത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത്, ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീഡിയ വണ്ണും ഇതിന് പിറകെ തന്നെയായിരുന്നു. തൃശ്ശൂരിലെ വോട്ടുകളിലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും മീഡിയ വൺ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇരട്ട വോട്ട് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പല റിപ്പോർട്ടുകളായി പലയിടങ്ങളിൽ നിന്നായി നമ്മൾ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ BJPയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് എങ്ങനെ എന്നുള്ള കാര്യം ഏതാണ്ട് ഏറെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രതികരിക്കാൻ നേതാക്കളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയപ്പോഴും MP-യുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പരിഹാസരൂപേണയുള്ളൊരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്രയധികം വിവരങ്ങൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏതൊരു പൊതുജനത്തെയും പോലെ നമ്മളെയും ആശങ്കപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്നത്. അജിം സർ, ഇപ്പോൾ ഈ വിഷയം നോക്കുകയാണെങ്കിൽ സുനിൽകുമാർ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ നേരത്തെ തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒരു കേസിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കടക്കാത്തത്? അല്ല, ഇതിൽ ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ 45 ദിവസത്തിന് മുമ്പുള്ള അത് ഫയൽ ചെയ്യണം പരാതി. ഇതിപ്പോൾ തിരഞ്ഞെടുപ്പെടുന്ന ഒരു വർഷവും 4 മാസവും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കാനുള്ള വിൻഡോ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പരാതി കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും ചില സാധ്യതകളുണ്ട്. ആ സാധ്യതകളിലൊന്ന് ഇപ്പോൾ തൃശ്ശൂർ ഒരു നല്ല എക്സാമ്പിളാണ്. തൃശ്ശൂർ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തൃശ്ശൂർ വ്യാജരേഖകൾ ഉണ്ടാക്കിയോ അല്ലാതെയോ വ്യാജമായി വോട്ടർ പട്ടികയിൽ ആളുകളുടെ പേര് ചേർത്തു. അതായത് മറ്റ് മണ്ഡലങ്ങളിൽ ഉള്ളവരെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വോട്ട് ചേർത്തത്? അതിന് ഹാജരാക്കിയ രേഖകൾ എന്തൊക്കെയാണ്? ആ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് ഫോർജറി കേസാണ്. ഇനി രേഖകൾ ഹാജരാക്കാതെയാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ അത് തട്ടിപ്പാണ്. അപ്പോൾ IPCയുടെ തന്നെ പല വകുപ്പുകൾ പ്രകാരവും, IPCയോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെ പല വകുപ്പുകൾ പ്രകാരവും കേസെടുക്കാനുള്ള ഒരുപാട് സാധ്യതകൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അത് സംബന്ധിച്ച് പല തലങ്ങളിൽ കോൺഗ്രസ് നേതാക്കളും CPI നേതാക്കളും പരാതി കൊടുത്തിട്ടുണ്ട്. CPI നേതാക്കൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. TN പ്രതാപൻ പോലീസിൽ തന്നെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസിന് മുമ്പിലുള്ള കംപ്ലയിൻ്റാണ് ഈ IPC അല്ലെങ്കിൽ BNSO പ്രകാരം കേസെടുക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ. അതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് നിയമോപദേശം തേടിയിട്ടുണ്ട് എങ്ങനെയാണ് അത് കേസെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കേരള പോലീസിനെ സംബന്ധിച്ച് നിയമോപദേശം തേടുക എന്നുള്ളത് ചില ഹൈ പ്രൊഫൈൽ കേസുകളിൽ മാത്രം കാണുന്ന ഒന്നാണ്. നിയമോപദേശം തേടുന്നതിൽ തെറ്റൊന്നുമില്ല. പോലീസ് കേസെടുക്കുന്നതിന് മുമ്പ് അതിന് നിയമവശങ്ങളെക്കുറിച്ച്, കാരണം പോലീസുകാർക്ക് നിയമത്തിൽ അവ്യക്തതയുണ്ടെങ്കിൽ നിയമോപദേശം തേടാവുന്നതാണ്. നമ്മൾ ഈ നിയമോപദേശം മുമ്പ് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കുക. അതെല്ലാം ഹൈ പ്രൊഫൈൽ കേസുകളായിരിക്കും. അതായത് കേസെടുക്കാൻ പോലീസിന് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടാകുമ്പോൾ പോലീസ് ആശ്രയിക്കുന്ന ഒരു രീതിയാണ് നിയമോപദേശം. അപ്പോൾ ഇവിടെ കേസ് ആർക്കെതിരെയാണ്? സുരേഷ് ഗോപിക്കെതിരെയാണ്. സുരേഷ് ഗോപി ആരാണ്? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൽ LDF ഭരിക്കുന്ന സർക്കാരിൻ്റെ പോലീസിന് ആ കേസെടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബാക്ക്ലാഷസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വൈരാഗ്യം മൂലം സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തു എന്നൊരു ആരോപണം വരും. അപ്പോൾ ആരോപണം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഫുൾ പ്രൂഫായിട്ട് കേസെടുക്കണം. അതിനാണ് നിയമോപദേശം തേടുന്നത്. അതൊന്നും ആവട്ടെ, കേസെടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മുൻകാല അനുഭവങ്ങളുടെ പക്ഷേ അതിൽ നമുക്ക് അതിനെ വിലയിരുത്താം. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ തൃശ്ശൂർ പുറത്തു വന്നിട്ടുള്ള ഈ വിവരങ്ങൾ ഇപ്പോൾ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോട് കൊറാബറേറ്റ് ചെയ്യുന്ന ഒന്നാണ്. 2, രാജ്യത്ത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നതിനുള്ള ഒരു മികച്ച സ്പെസിമെനാണ് തൃശ്ശൂർ. ആ മികച്ച സ്പെസിമെൻ ആവാൻ കാരണം അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നു. 1. 2, എന്താണ് ഈ ഫേക്ക് വോട്ടേഴ്സ് ഉണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എപ്പോഴും. ഫേക്ക് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് വോട്ടർമാരാക്കുന്നു. കാരണം 50,000 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് വ്യാജമായി എന്നാണ് TN പ്രതാപൻ ആരോപിക്കുന്നത്. ഒഴിഞ്ഞ ഫ്ലാറ്റുകളിലും മറ്റുള്ള വീടുകളിലുമൊക്കെ. ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന വിവരങ്ങൾ എന്നാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആളുകളാണ് ഇവിടെ വന്ന് വോട്ട് ചേർത്തിട്ടുള്ളത്. ചിലർക്ക് മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടുണ്ട്, തൃശ്ശൂർ വോട്ടുണ്ട്. 50,000 എന്ന് പറയുന്നൊരു സംഖ്യ, കാരണം 50,000 എന്ന സംഖ്യ പറയാനുള്ളൊരു കാരണം 1,45,000 പുതിയ വോട്ടർമാർ തൃശ്ശൂരിലുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. അത് അസ്വാഭാവികമാണ്. അങ്ങനെ അസ്വാഭാവികമാണെങ്കിൽ അതിൽ വ്യാജമായി ഇല്ലാത്ത മനുഷ്യർ വോട്ടർ ലിസ്റ്റിൽ പേര് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ 1,45,000 വോട്ട് എന്ന് പറയുമ്പോൾ 50,000 വോട്ട് 60,000 വോട്ട് BJP പുതുതായി ചേർത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇത്രയും വോട്ടുകൾ ലോജിസ്റ്റിക്കലി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂർ നിന്ന് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്
അപ്രായോഗികമാണ്. 50,000 പേരെ ഒരു അസംബ്ലി ദിവസം തൃശ്ശൂരേക്ക് കൊണ്ടുവരിക, വോട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോജിസ്റ്റിക്കലി അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു 1000 10,000 ആൾക്കാരെ അങ്ങനെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ വോട്ട് ചെയ്തായിരിക്കാം ഇപ്പോൾ പറഞ്ഞ വി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ സുഭാഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ ഉദാഹരണം അങ്ങനെ ആയിരിക്കാം. അതല്ലാത്ത കേവലം പേര് മാത്രമുള്ള എൻട്രികൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പേര് മാത്രമുള്ള എൻട്രികൾ ഉണ്ടെങ്കിൽ ആ വോട്ടുകളൊക്കെ ആര് ചെയ്തു? ഇനി ഇങ്ങനെ അധികമായി ചേർത്ത മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്ത ആളുകളൊക്കെ ശരിക്കും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ? അതോ അവർക്ക് വേണ്ടി വേറെ ആരെങ്കിലുമാണോ വോട്ട് ചെയ്തത്? ഇങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആര് തീരുമാനിക്കണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമല്ല, അത് നിഷ്പക്ഷമായിട്ടല്ല പെരുമാറുന്നത് എന്ന് പ്രതിപക്ഷ കക്ഷികൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. 2019 അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻമുൻപിൽ നിർത്തുന്നത്. നമുക്കറിയാം, അശോക് ലവാസ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ അംഗം കമ്മീഷനിൽ നിന്ന് രാജിവെച്ച സംഭവം നമുക്കറിയാം. അപ്പോൾ അന്ന് മാത്രമല്ല, 2019 ശേഷമുണ്ടായ ഏറ്റവും വലിയ മാറ്റം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറക്കെ ആത്മവിശ്വാസത്തോടെ പ്രതിപക്ഷ കക്ഷികൾ സംസാരിച്ചു പോകുന്നത് 2019 ശേഷമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടമായി തന്നെ പക്ഷപാതിത്വം കാണിക്കുന്നു എന്ന് പ്രതിപക്ഷ കക്ഷികൾ തോന്നുമ്പോഴാണ്. അതുവരെ EVM ഹാക്കിങ്, വോട്ടർ പട്ടിക അട്ടിമറി, അങ്ങനെ പല കാര്യങ്ങളും ഉന്നയിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അവിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കാറുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നത് പ്രതിപക്ഷ കക്ഷികൾ കൂടിയാണ്. ഈ വോട്ട് ചെയ്തിട്ട് ഇനി എന്ത് കാര്യം എന്ന് പ്രതിപക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ തീരുമാനിച്ചാൽ പിന്നെ തെരഞ്ഞെടുപ്പിലേ ഉണ്ടാവില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് അവരത്തരത്തിൽ വളരെ കരുതലോടെയാണ് അതുവരെ പ്രതികരിച്ചത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2020 ശേഷം ബാക്ക് ടു ദ ബാലറ്റ് എന്ന മുദ്രാവാക്യം പ്രതിപക്ഷ കക്ഷികൾ ഉറക്കം മുഴക്കാൻ തുടങ്ങി. അത് മുഴക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അത് EVM കുറിച്ചുള്ള അവിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ, പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ അന്ന് വരെ ഏറ്റെടുത്തിട്ടില്ല. നമുക്കറിയാം, ഒരു ഹാക്കത്തോൺ നടത്തിയിരുന്നു 2017 UP തെരഞ്ഞെടുപ്പിന് ശേഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ EVM സുതാര്യതയെക്കുറിച്ച് സുതാര്യത തെളിയിക്കാൻ വേണ്ടി ഒരു ഹാക്കത്തോൺ നടത്തി. എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വന്നിട്ട് ഹാക്ക് ചെയ്തോളൂ, ഞങ്ങൾ 14 EVM മെഷീൻസ് വെച്ചിരിക്കും, നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ആകെ പോയത് NCPയും CPM മാത്രമാണ്. പക്ഷെ അവർ ഹാക്ക് ചെയ്യാനല്ല പോയത്, അവരത് കണ്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ EVM കുറിച്ചുള്ള അവിശ്വാസങ്ങൾ നിലനിൽക്കെ EVM കുറിച്ച് ഏറ്റവും കൂടുതൽ അവിശ്വാസം ഉയരുന്നതിന് 2017 UP തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷമാണ് ഈ ഹാക്കത്തോൺ നടത്തുന്നത്. 2017 UP തെരഞ്ഞെടുപ്പിൽ EVM കുറിച്ചുള്ള സംശയം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ 2017 തെരഞ്ഞെടുപ്പിന് തൊട്ടുടനെ മാർച്ച് മാസത്തിലാണ് UPയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ മധ്യപ്രദേശിലെ ഭിണ്ട് എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ ഒരു EVM പ്രദർശനം സംഘടിപ്പിച്ചു. EVM എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ട്രയൽ കാണിച്ചു കൊടുക്കുകയാണ് പോളിംഗ് ഏജൻറ്റുമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും. അപ്പോൾ പോളിംഗ് ഏജൻറ്റുമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വന്ന് EVM പ്രസ് ചെയ്യുമ്പോൾ തൊട്ടുടനെ VVPAT വരുവാണ്. ഏത്? കാൺപൂരിലെ ഗോവിന്ദ് നഗർ എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ തലേമാസം നടന്ന UP തെരഞ്ഞെടുപ്പിൽ കാൺപൂരിലെ ഗോവിന്ദ് നഗർ എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിലാണ് VVPAT വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ആര് വന്ന് ഞെക്കുമ്പോഴും എപ്പം ഞെക്കിയാലും ഈ VVPAT താമര ചിഹ്നവും ഇയാളുടെ പേരുമാണ് വരുന്നത്. അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ വൻ പ്രശ്നം ഉണ്ടാക്കി. അതങ്ങനെ സംഭവിച്ചു. അപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രതിനിധി സംഘത്തെ ഭിണ്ടിലേക്ക് അയക്കുന്നു, ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു. അപ്പോൾ അവിടെ 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉയർന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ VVPAT ഇയാളുടെ പേര് മാത്രം വരുന്നത്? അപ്പോൾ അങ്ങനെ അയാളുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടന്നത്? ഏത് സ്വിച്ചിൽ ഞെക്കിയാലും ഇയാളുടെ പേര് വരുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടന്നുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2, ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 45 ദിവസം വരെ തെരഞ്ഞെടുപ്പ് രേഖകൾ സൂക്ഷിക്കണം. ഇപ്പോൾ CCTV ദൃശ്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായതുണ്ടല്ലോ, ഇതും തെരഞ്ഞെടുപ്പ് രേഖയാണല്ലോ. ഈ മെഷീൻ എങ്ങനെയാണ് കാൺപൂരിൽ നിന്ന് ഭിണ്ടിലെത്തിയത്? അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ റേസ് ചെയ്തിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്തില്ല. ഇതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും അതുപോലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും EVM എന്തോ ഒരു പ്രശ്നമുണ്ട്, ബാക്ക് ടു ദ ബാലറ്റ് എന്ന ഒരു മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഇന്ത്യയിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. നമുക്കത് തോന്നുന്നില്ല. 4 കൊല്ലമായിട്ട് ഇന്ത്യയിൽ മുഴങ്ങുന്നൊരു മുദ്രാവാക്യമാണ് ബാക്ക് ടു ദ ബാലറ്റ്. പക്ഷെ നമുക്കതിപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു. മറ്റൊന്ന്, 2017 തന്നെ ഈ EVM കുറിച്ചുള്ള വ്യാപകമായ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിലത്തെ ടേണിംഗ് പോയിൻ്റാണ് ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിന് വേണ്ടി കൊണ്ടുവന്ന പുതിയ നിയമം. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് തൊട്ട് തലേദിവസമാണ് രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്.
അന്ന് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു അവിശ്വാസം ആർക്കും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നിയമിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എപ്പോഴും എല്ലാ കാലത്തും അടിയന്തരാവസ്ഥയിൽ കുറച്ച് സമയം ഒഴികെ, അടിയന്തരാവസ്ഥയിലും അവർ സർക്കാരിനോട് ചേർന്ന് നിലയുറപ്പിച്ചു എന്നല്ല, അടിയന്തരാവസ്ഥ കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നിട്ടുള്ള ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടിയില്ല. കാരണം അതിൽ ജനപ്രതിനിധികളുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടിയില്ല എന്നൊരു പരാതി മാത്രമേ ഉയർന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി ഞാൻ ഭരണഘടന അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടന റദ്ദാക്കപ്പെട്ടാൽ പിന്നെ എൻ്റെ വോയിസിന് എന്ത് പ്രസക്തി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ കാലത്തും, ഇപ്പോൾ TN ശേഷൻ്റെ ഉദാഹരണം, 1989 രാജീവ് ഗാന്ധി ആണ് ഈ ഏകാംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. അതുവരെ 89 വരെ ഒറ്റ കമ്മീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് 2 പേരെ കൂടി അപ്പോയിൻറ്റ് ചെയ്യുന്നത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി അത് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് അന്നത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നതിൻ്റെ കാരണം അന്ന് ബോഫോഴ്സ് അഴിമതിയിൽ രാജീവ് ഗാന്ധി പെട്ടു നിൽക്കുകയാണ്. വലിയ തോതിലുള്ള ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വലിയ സ്ട്രിക്റ്റ് ആണ്, എന്നാൽ അയാളെ ഒന്ന് മെരുക്കി കളയാം എന്ന് പറഞ്ഞ്, കാരണം ഭരണഘടന അനുവദിക്കുന്നതാണ് എത്ര അംഗങ്ങൾ വേണമെന്ന് നിയോഗിക്കാമെന്നുള്ളത്. അങ്ങനെ 2 പേരെ കൂടി നിയോഗിക്കുന്നു. അപ്പോൾ 2 പേരെ കൂടി നിയോഗിക്കുമ്പോൾ ഇവർ രാജീവ് ഗാന്ധിയുടെ ചട്ടുകങ്ങളാണ്, അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ വീറ്റോ ചെയ്യും എന്നുള്ള ഒരു ധാരണ അക്കാലത്തുണ്ടായിരുന്നു. തൊട്ടുടനെ VP സിംഗ് സർക്കാർ 2 പേരെ മാറ്റി ഏകാംഗ കമ്മീഷൻ വീണ്ടും ആക്കി. പിന്നീട് വീണ്ടും എന്ത് ചെയ്യുന്നു, 2 പേരെ കൂടി സ്ഥിരമായി 2 പേരെ കൂടി നിയമിച്ച് സ്ഥിരമായി ഒരു 3 അംഗ കമ്മീഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന അടിയന്തരാവസ്ഥയിലോ തൊട്ടുടനെയുള്ള മൊറാർജി ദേശായിയുടെ സർക്കാരിൻ്റെ കാലത്തോ VP സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്തോ നരസിംഹറാവുവിൻ്റെ കാലത്തോ ഈവൻ അതിനുശേഷമുള്ള വാജ്പേയി സർക്കാരിൻ്റെ കാലത്തോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു അവിശ്വാസം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ കള്ളവോട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള പരാതികൾ വരാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു ആക്ഷേപം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിട്ടില്ല. ഇതെപ്പോഴാണ് തുടങ്ങുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ റഫറി ഇറങ്ങി കളിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. അപ്പോൾ പ്രശ്നം ഇവിടെ മൗലികമാണ്. നമ്മളിതിനെ പ്രൊസീജിയറൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ പ്രൊസീജിയറൽ വിഷയങ്ങളായിട്ട് മാത്രം കാണരുത്. പ്രൊസീജിയറൽ വിഷയങ്ങൾ മാത്രമല്ല, അതിന് ഘടനാപരമായി തന്നെ പ്രശ്നമാണ്. അതായത് റഫറി ഒരു ടീമിൻ്റെ സൈഡ് പിടിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നതെന്ന തോന്നൽ ജനങ്ങൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കും ഉണ്ട്. 2, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത, അതിൻ്റെ ട്രാൻസ്പെറൻസി, അതിൻ്റെ നിഷ്പക്ഷത ഇത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ മൗലിക കാരണം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ നിയമന രീതിയാണ്. അപ്പോൾ നിയമന രീതിയെക്കുറിച്ച് തന്നെ ആക്ഷേപമുള്ള ഒരു ഏജൻസി നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ല എന്ന് തോന്നലുണ്ടാക്കാനുള്ള ഒരു കാരണം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഈ സൂചനകൾ, തൃശ്ശൂരിൽ നിന്ന് ചെറിയ ചെറിയ വാർത്തകൾ, വളരെ ചെറിയ വാർത്തകളാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ മീഡിയ ഉൾപ്പെടെ പുറത്തു വന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാർത്തകൾ. അതിൻ്റെ കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർ പട്ടികയും നമ്മുടെ കയ്യിലില്ല. അത് ആരുടെ കയ്യിലും ഇപ്പോൾ ഇല്ല. ഓരോ ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന വോട്ടർ പട്ടികയുടെ ചെറിയ ഭാഗങ്ങളാണ് പരിശോധിച്ച് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് മുഴുവനായി അനലൈസ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം മഹാദേവ്പുര, കർണാടകയിലെ മഹാദേവ്പുരയിൽ 4 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ മറ്റോ ആണ് 40 പേർ ദിവസവും വർക്ക് ചെയ്ത്. അതിൻ്റെ കാരണം പോലും അവിടുത്തെ സ്ഥാനാർത്ഥി, തോറ്റുപോയ കോൺഗ്രസ് സ്ഥാനാർത്ഥി നല്ല ധനികനാണ്, അയാൾ ഭയങ്കര പവർഫുള്ളാണ് അവിടുത്തെ. അയാളിത് പിടിച്ച് അടങ്ങുമെന്ന് അയാളുടെ വാശി കൊണ്ടാണ് ഇപ്പോൾ അത് പുറത്തു വന്നത്. മഹാരാഷ്ട്രയിൽ ഇതിലും വലിയ കാര്യങ്ങൾ അണ്ണർത്തി ചെയ്യാൻ കിടക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സാക്ഷരതയുള്ള പ്രബുദ്ധ രാഷ്ട്രീയ സമൂഹമായ കേരളത്തിൽ ഇവിടുത്തെ ജനഹിതം അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ എന്തായിരിക്കും നോർത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനം നടക്കുന്ന നമ്മളൊന്ന് ഊഹിച്ചു നോക്കുക. മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് ഊഹിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ അറിഞ്ഞതിനേക്കാൾ വലിപ്പമുള്ള കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇനിയും അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നത് നിയമപരം എന്നതിലുപരി, നിയമപരം എന്ന രീതിയിൽ തന്നെ അതിന് പ്രാധാന്യമുണ്ട്. അമൃത ചോദിച്ചതുപോലെ കേസെടുക്കുകയാണ് വേണ്ടത്. കേസെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഒരു ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യപ്പെടുകയാണ്, ഒരു ലീഗൽ ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യപ്പെടും. അതെടുക്കൽ നിർബന്ധമാണ്. മറ്റൊന്ന്, ഈ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ, ഒരു പാൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കൊറാബറേറ്റ് ചെയ്യുന്ന ഒരുപാട് എവിഡൻസാണ് തൃശ്ശൂരിൽ നിന്ന് പൊങ്ങി വരുന്നത്. ഇനിയും അവിടെ നിന്ന് പൊങ്ങി വരാനുണ്ട്. മറ്റൊരു കാര്യം, ഇതിനെ ഒരു നിയമപ്രശ്നം എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇന്ത്യ സഖ്യം ചെയ്യുന്നത് അത് തന്നെയാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി വേണ്ടത് ഒരു റിഫോം ആണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു സമ്പൂർണ്ണ പരിഷ്കരണം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രൊസീജിയറുകളുടെ വരെ ട്രാൻസ്പെറൻസിയും നിഷ്പക്ഷതയും ഉറപ്പുവരുത്തുന്ന ഒരു സമ്പൂർണ്ണ പരിഷ്കരണത്തിലേക്ക് വഴിവെക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളിലെ സത്യസന്ധതയും നിഷ്പക്ഷതയും ട്രാൻസ്പെറൻസിയും
തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വോട്ടവകാശം എന്ന് പറയുന്നത് നമ്മൾ അത്രയും കാര്യമായിട്ട് കാണുന്നൊരു കാര്യമാണ്. അവിടെയാണ് ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത്രയധികം ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത അത് ശരി തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ ഇനിയിപ്പോൾ ജിംസ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ വോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടെ നമ്മളിലേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാവരുതെങ്കിൽ, അല്ലെങ്കിൽ അത് മാറണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കേസെടുത്ത് നടപടികളിലേക്ക് കടക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ കേൾക്കുന്നത് മുഴുവൻ കേവലമായ എന്തെങ്കിലും ചട്ടലംഘനത്തിൻ്റെ കഥയല്ല. അതിനപ്പുറത്തേക്ക് ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആകമാനം തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരുപാട് പണികളെടുത്തതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഫോർജറി നടത്തിയതിൻ്റെ, 2 ID കാർഡുകൾ കയ്യിൽ വെച്ചതിൻ്റെ, സ്ഥലം മാറി വോട്ട് ചെയ്തതിൻ്റെ കഥകളാണ് പുറത്തു വരുന്നത്. ഇതിപ്പോൾ റവന്യൂ മന്ത്രി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, 2 ID കാർഡുകൾ കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കുറ്റമാണെന്നൊരു മന്ത്രി പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കേസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേസെടുക്കുന്നതിന് നിയമപരമായ പരിമിതികളുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു സർക്കാർ ഒരു കേസെടുക്കുക, അതിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതെന്തുമാത്രം നിയമപരമായി മുന്നോട്ട് പോകും, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തുമാത്രം സർക്കാരിന് ആഗ്രഹിക്കുന്ന പ്രകാരം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയുന്നുള്ള ക്വസ്റ്റ്യൻ രണ്ടാമത്തെയാണ്. പക്ഷേ ഇത് വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട്. ഫോർജറി നടന്നുള്ളൊരു വസ്തുതയാണ്. 2 വോട്ടർ ID കയ്യിൽ വെച്ചു എന്നുള്ള വസ്തുതയാണ്. ആളുകൾ അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമായി തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്ത് തിരിച്ചുപോയി ഇപ്പോൾ വോട്ട് പഴയ സ്ഥലത്ത് തന്നെ നിലനിർത്തുന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഗുരുതരമായ തോതിലുള്ള ചില മോശം പണികൾ നടന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നിയമപരമായ ഒരു സ്റ്റെപ്പ് എടുത്തു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നാണ് ഞാൻ പറയുക. രണ്ടാമത്തെ കാര്യം, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നിയമ നടപടികൾക്കപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ സന്ദർഭമാക്കി ഈ സന്ദർഭത്തെ മാറ്റാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അത് ഗവൺമെൻറ്, ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ഓഫ് കേരളയെക്കുറിച്ചാണ്, എന്തുമാത്രം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ നിൽക്കുന്ന പാർട്ടികളെല്ലാം ഒരു മെയ്യോടെ ഒരു മനസ്സോടെ എന്തുമാത്രം ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തൃശ്ശൂരിലെ MP-യുടെ വിജയം എന്നത് കുറേ BJP-കാർ ജയിക്കുന്ന നാട്ടിലെ ഒരു BJP-കാരൻ്റെ വിജയം മാത്രമല്ല. കേരളം മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു നാടാണെന്ന് നമ്മളെല്ലാവരും ഉറക്കെ പറയുകയും അതിന് ഉണ്ടാക്കിക്കൊണ്ട് ഒരാൾ വിജയിക്കുകയും ചെയ്തു എന്നാണ് കേരളത്തിലെ CPI-ഉം കോൺഗ്രസും CPI-കാരും എല്ലാവരും പറഞ്ഞ കാര്യം. കാരണം നമ്മൾ പൊതുവേ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തിന് ഒരു വിള്ളൽ വീഴ്ത്തി ഇനി അങ്ങോട്ട് ഞങ്ങളുടെ കൂടുതൽ എണ്ണം കൂട്ടാൻ പോവുകയാണ്, കേരളം ഞങ്ങൾ പിടിക്കാൻ പോവുകയാണെന്നൊക്കെ ഏത് BJP നിരന്തരമായി വംശീയ മുദ്രാവാക്യങ്ങൾ മാത്രം മുഴക്കുന്ന ഒരു പാർട്ടി അവകാശപ്പെടുന്ന ഒരു സന്ദർഭത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിജയത്തെ കൂടുതൽ ഗൗരവത്തോടെ കാണാനും ഈ പറയുന്ന അതിൻ്റെ വിജയം ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ നടത്താനുള്ള ബാധ്യത ആർക്കാണ്? ഈ പറയുന്ന ഈ മതനിരപേക്ഷ പാർട്ടികൾക്കാണ്. ഞാനത് CPI-എമ്മിനെ പ്രത്യേകമായി വിമർശന സ്വഭാവത്തോടെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നു. CPI-എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഇതിനെ എടുക്കുന്നില്ല ഇപ്പോഴും എന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. തൃശ്ശൂരിലെ DC സെക്രട്ടറി ഈ വിഷയത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കുക, ഇന്നിപ്പോൾ CPI-എമ്മിൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോയി നോക്കൂ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ഇതാണ്. വേറെ ഏതാണ് വിഷയമെന്ന് ആര് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയും. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വോട്ട് അട്ടിമറി നടന്നതിനെക്കുറിച്ചാണ് ആളുകൾ മുഴുവൻ സംസാരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പോലും ഈ വിഷയമാണ് നിരന്തരം സംസാരിക്കുന്നത്. CPI-എമ്മിൻ്റെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. അതിനകത്ത് നിരന്തരമായി അവർക്ക് പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതികൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വരുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. അവരുടെ ജനറൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസ്റ്റർ അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതി അവരവരുടെ പേജിലൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ പ്രധാന നേതാക്കൾ, ഞാൻ പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങി വന്നുകൊണ്ട് ഈ നടത്തിയിട്ടുള്ള വോട്ട് ചോരി എന്ന് പറയുന്ന ഏർപ്പാട് അല്ലെങ്കിൽ ഈ വോട്ട് കൊള്ള അത് തുറന്നു കാണിക്കാനുള്ള ബാധ്യത CPM-ൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. അവർക്ക് CPM-ന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള റീച്ചുള്ള നേതാക്കളുണ്ട്, റീച്ചുള്ള പാർട്ടിയാണ്. ഏറ്റവും അടിത്തട്ടിലടക്കം ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള സംവിധാനം അതിനുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പ്രശ്നം എന്താണ്? നിങ്ങളുടെ വോട്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് ഏറ്റവും അടിത്തട്ടിലെ വീടുകളിൽ പോലും പോയി എത്തിക്കാനുള്ള സംവിധാനം രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കില്ല, അവിടെ മിക്കർക്കുമില്ല. പക്ഷേ ഇവിടെ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞാൽ, CPI-എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വീട്ടിലും അത് എത്തിക്കാനുള്ള മെക്കാനിസമുള്ള പാർട്ടിയാണ് CPM. ആ പ്രതീക്ഷ വെച്ചിട്ടാണ് CPM-നെ കുറിച്ച് പറഞ്ഞത്. CPM അതിനകത്ത് എടുക്കുന്ന ഒരു അല്പം സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതെന്തിനാണത്? ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് തൃശ്ശൂരിലെ മാത്രം പ്രശ്നമായിട്ടില്ല, രാജ്യത്തെ ആകമാനം പ്രശ്നം. രാജ്യത്ത് നോക്കൂ, പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള മൂവ്മെൻറ്റുകൾ സംഘടിപ്പിക്കുകയും കർഷകരെ, തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നൊരു പാർട്ടിയാണ്, അതിനുവേണ്ടി പണിയെടുക്കുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ അവരുടെ നോക്കുന്നത് രാജ്യത്തിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നിരിക്കെ
എന്താണ് അതിനകത്ത് ആഞ്ഞിറങ്ങാത്തതെന്നുള്ള സംശയം എനിക്ക് തോന്നുന്നതാണ്. നിരന്തരമായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തത്, അത്തരം എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്, അതൊരു പ്രധാന വിഷയമാക്കി മാറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് സംശയം എനിക്കുണ്ട്. ഇപ്പോഴും കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുകയും ആവർത്തിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് CPI നേതാക്കളാണ്. നിങ്ങൾക്ക് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംഗതികളെല്ലാം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രാഹുൽ ഗാന്ധി കൊണ്ടുവന്നൊരു വിഷയം അയാൾ പൊളിറ്റിക്കൽ മൈലേജ് എടുത്തേക്കുമോ, അയാൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുമോ, അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മളെ ബാധിക്കുമോ, നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ശത്രു കോൺഗ്രസ് അല്ലേ എന്ന ആലോചനയിൽ നിന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതല്ല ഇപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട ഉത്തരവാദിത്വം. മറിച്ച് ഇത് രാഷ്ട്രത്തിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് കാണാനും ഒരുമിച്ചൊരു പോരാട്ട മുഖം തുറക്കാൻ കഴിയണം. കാരണം ഇത് ഇന്ത്യ സഖ്യം, ഒരർത്ഥത്തിൽ ഇന്ത്യ സഖ്യം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയമാണ് അല്ലേ. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിനകത്തുള്ള ആളാണ്. CPIയും ഇന്ത്യ സഖ്യവുമായി അസോസിയേറ്റ് ചെയ്യുന്ന പാർട്ടിയാണ്. ഇന്ത്യ സഖ്യം രാജ്യത്തൊരു മേജർ കൺസേൺ ആയിട്ട് ഉന്നയിക്കുകയാണ് ഈ വോട്ട് ചോരി. അതെന്താണ് അതിനകത്തുള്ള പാർട്ടിയായ CPM ഒരു മേജർ ഇഷ്യൂ ആയി തോന്നുന്നത്. എന്ന് മാത്രമല്ല CPMൻ്റെ കൂടെ നിൽക്കുന്നുവെന്ന് ഭാവിക്കുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണുന്നുണ്ട്. അവരാരും ഈ വിഷയത്തെ വലിയ എടുക്കുന്നില്ല. ചില ആളുകൾ എടുത്തിട്ട് രാഹുൽ ഗാന്ധി ചെയ്തത് മുഴുവൻ പൊട്ടത്തരമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ചെയ്തിട്ടുള്ള മണ്ടത്തരമാണ്, കമ്മീഷനെ കുറ്റം പറയാൻ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ കഴിയുമെന്നൊക്കെയുള്ള സംഘപരിവാർ മോഡൽ ചോദ്യം ചോദിക്കുകയാണ് ഞാൻ ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന പല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ. അപ്പോൾ അതിലാണ് എനിക്ക് നിരാശ. ബാക്കി നമ്മൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം വോട്ട് ചെയ്ത ആളുകളെ ഭരണകൂടത്തെ മാറ്റാൻ കഴിയുന്ന ഹോപ്പിലാണ് ഓരോ ഘട്ടത്തിൽ നമ്മളുള്ളത്. അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ഭരണകൂടത്തെ നിർണ്ണയിക്കാൻ കഴിയും, വോട്ട് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയും, നമുക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും. എത്ര പുതിയ മൂവ്മെൻറ്റുകളെ കണ്ടില്ല. ആം ആദ്മി പാർട്ടിയൊക്കെ പുതിയ മൂവ്മെൻറ്റുകളാണ്. അത്തരം പുതിയ ആം ആദ്മി പാർട്ടികളുടെ സാധ്യതയെല്ലാം ഇല്ലാതാവുന്നല്ല ഭയപ്പാടല്ലേ. കാരണം ഇനി നിങ്ങൾ എന്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടെന്നാലും തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കേണ്ടതാണെന്ന് മുതലാളി തീരുമാനിച്ചിട്ടുണ്ട് എന്ന മട്ടാണെങ്കിൽ പിന്നെ എന്താ കാര്യം. അപ്പോൾ അതൊരു അതിപ്രധാനമായ ഘട്ടമാണ്. ആ ഘട്ടത്തെ എക്സ്പോസ് ചെയ്യാൻ, അത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നമാക്കി അതിനെ മാറ്റാൻ അങ്ങനെ പറ്റൂ. അല്ലാതെ ഏതെങ്കിലും കക്ഷികൾക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടും രാഹുൽ ഗാന്ധി യാത്ര നടത്തിക്കൊണ്ടും പരിഹരിക്കാൻ കഴിയില്ല. ജനങ്ങളെ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക. അതിൽ കേസെടുക്കേണ്ടതാണെങ്കിൽ കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകുക. അമാന്തിക്കാനേ പാടില്ല. എന്നാൽ അതിനകത്ത് വലിയ അമാന്തം ഉണ്ടായി. കാരണം ഇവർക്ക് എല്ലാവർക്കും പരാതിയുള്ള കേസാണ്. KP രാജേന്ദ്രൻ 2 പരാതി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ ഫൈനൽ പട്ടിക വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ഫൈനൽ പട്ടിക വരുമ്പോൾ എന്തോ ഏർപ്പാട് വെച്ചിട്ടാണ് വരുന്നത് സംശയിക്കണം. കാരണം നമ്മൾ തോന്നും താഴെത്തട്ടിൽ ആരും പണിയെടുക്കുന്നില്ലേ, ഇവരൊന്നും ഇത് മോണിറ്റർ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള സംശയം തോന്നും. മോണിറ്റർ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഫൈനൽ പട്ടിക വരുമ്പോൾ ഞെട്ടുകയാണ്. അത് ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്ത് കുഴപ്പം നടന്നിട്ടുണ്ടോ എന്ന് അവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പേ അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ ഉടനെ 45 ഡേയ്സിന് മുമ്പ് അവർക്കെല്ലാം ഇത് ഉന്നയിക്കാമായിരുന്നു. രാഷ്ട്രീയമായി ഉന്നയിക്കായിരുന്നു, നിയമപരമായി ഉന്നയിക്കായിരുന്നു. എന്താ ഉന്നയിക്കാതിരുന്നുള്ള സംശയമൊക്കെ ഇവിടെ ഉണ്ട്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പൊതുവേ പലതരത്തിലുള്ള ദുരൂഹതകളും സംശയങ്ങളും ആക്ഷേപങ്ങളും നമ്മുടെ മുമ്പിലുള്ളതാണ്. ആ ആക്ഷേപങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടില്ല. നിങ്ങൾ വെറുതെ തൃശ്ശൂർ പൂരം കലക്കിയ കേസിനകത്ത് എന്താണ് അവസാനം സംഭവിച്ചെന്ന് എടുത്തു നോക്കിയാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. FIR പോലും ഇല്ല അതിനകത്ത്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊരു റവന്യൂ മന്ത്രി പറയുന്ന സ്ഥിതി നമ്മൾ കണ്ടു. അപ്പോൾ എന്തൊക്കെയോ തോതിൽ ഇങ്ങനെ ഒരു നമുക്ക് ദഹിക്കാത്ത സംഗതികളാൽ മുഖരിതമാണ് തൃശ്ശൂർ എപ്പിസോഡെന്ന് ഞാൻ പറയും. അതിനകത്ത് ക്ലാരിറ്റി വരുത്താനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത് അതിജീവന പ്രശ്നമാണ്, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവട്ടെ. അതെ, അത് തന്നെയാണ്. അത്രയും ഗൗരവമേറിയൊരു വിഷയമാണ്. അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്.